വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ മരണത്തിനിടയാക്കിയ സംഭവത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത വേഗത്തിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും CBIക്കുള്ള കത്ത് വിദഗ്ധമായി വൈകിക്കുകയും ചെയ്തത് നിഗൂഢ ലക്ഷ്യത്തോടെയാണെന്ന് അച്ഛൻ ജയപ്രകാശ് ആരോപിച്ചു. സിദ്ധാർത്ഥിന്റെ കുടുംബം കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ മണിക്കൂറുകൾക്കകം CBI അന്വേഷണം പ്രഖ്യാപിച്ച നടപടി ഏവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. CBI അന്വേഷണം ശുപാർശ ചെയ്തുള്ള വിജ്ഞാപനം ഈ മാസം 9-ന് സർക്കാർ പുറപ്പെടുവിച്ചെങ്കിലും 16-നാണ് ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി CBIക്ക് കത്ത് നൽകിയത്. കത്ത് അയക്കേണ്ടിയിരുന്നത് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ബന്ധവുമില്ലാത്ത കൊച്ചി CBI ഓഫീസിനാണ് കത്ത് പോയത്. കത്ത് തെറ്റി അയച്ചു എന്നത് പോട്ടെ, നടപടിക്രമം അനുസരിച്ചുള്ള പ്രൊഫോമ റിപ്പോർട്ട് അതോടൊപ്പം നൽകിയതുമില്ല. SFIRന്റെ ഇംഗ്ലീഷ് പകർപ്പ്, അന്വേഷണ വിവരങ്ങൾ, മൊഴികൾ, മഹസർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നിവ സഹിതം 8 വിവരങ്ങൾ അടങ്ങിയതാണ് പ്രൊഫോമ റിപ്പോർട്ട്. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച വിവാദമായതോടെ ഇന്നലെ വൈകിട്ട് രേഖകൾ ഇമെയിൽ മുഖാന്തരം CBIക്ക് കൈമാറി. സ്പെഷ്യൽ സെൽ DYSP ശ്രീകാന്ത് ഡൽഹിയിൽ നേരിട്ടെത്തി പേഴ്സണൽ മന്ത്രാലയത്തിന് രേഖകൾ കൈമാറുകയും ചെയ്തു. കേസ് അന്വേഷിക്കണോ എന്ന് CBI ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. അതിനു മുൻപ് ബന്ധപ്പെട്ട യൂണിറ്റ് പ്രാഥമിക അന്വേഷണം നടത്തി സംസ്ഥാന മേധാവി വഴി ഡയറക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. കേസിൽ ഇതിനകം CBI പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശുമായി കലാകൗമുദി ടെലിഫോണിൽ സംസാരിച്ചത്. അവർ ജോലി ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ ഡ്രാഫ്റ്റ് ചെയ്ത് വിടേണ്ട ജോലിയായിരിക്കും, ഇല്ലെങ്കിൽ സെക്ഷനിൽ അടുത്ത് കൊടുക്കേണ്ട ജോലിയായിരിക്കും. പക്ഷെ എന്തുകൊണ്ട് മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഇതൊക്കെ ചോദിച്ചില്ല? ആ പേപ്പർ എവിടെ? ആ പേപ്പർ അയക്കാനുള്ള പേപ്പർ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? മുഖ്യമന്ത്രിക്ക് എന്തൊക്കെ ആ പേപ്പർ CBIക്ക് പോയോ? എന്തുകൊണ്ട് പോയില്ല? അതപ്പോ ഉത്തരവാദി 3 പേരല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. ഉത്തരവാദി മുതിർന്നവരല്ലേ? ഈ അഡീഷണൽ സെക്രട്ടറി, ചീഫ് സെക്രട്ടറി ആണോ, അല്ലെങ്കിൽ ഇതിലെ ബന്ധപ്പെട്ട ഏത്? അഡീഷണൽ സെക്രട്ടറി അല്ല, ഡെപ്യൂട്ടി സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ്, അങ്ങനെ 3 പേരെ സസ്പെൻഡ് ചെയ്തു. അവര് സസ്പെൻഡ് ചെയ്തത്. പക്ഷെ അതിൽ ഉത്തരവാദി അവരല്ലല്ലോ. ഉത്തരവാദിത്വം സെക്രട്ടറിക്കാണ്. ഹോം സെക്രട്ടറി ഇതിൽ ഉത്തരവാദിയാവുമല്ലോ. ചീഫ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നു. അവരെല്ലാരും ഇതിൽ ഉത്തരവാദിയാവണമല്ലോ. അവരല്ലേ ഇത് തിരക്കേണ്ടത് ശരിക്കും പറഞ്ഞാല്. ഈ പേപ്പർ വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല, അതെവിടെയാ? ഇത്ര സെൻസേഷനായ കേസ് ആയതുകൊണ്ടാ? അല്ലെങ്കിൽ മിനിസ്റ്റർക്ക് എന്തുകൊണ്ട് തിരക്കിക്കൂടാ? എത്ര വലിയ ജോലി തിരക്കുണ്ടെങ്കിലും കേരളം മുഴുക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു കേസാണ്. മിനിസ്റ്ററിനും തിരക്കാ. ഈ കേസ് ആ പേപ്പർ പോയിട്ടുണ്ടോ, CBIക്ക് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് എന്റെ പ്രശ്നം? അതും മിനിസ്റ്റർക്ക് അല്ലെങ്കിൽ മിനിസ്റ്ററുടെ PAക്ക് ഇത് കൊടുക്കാം, ഇൻഫർമേഷൻ കൊടുക്കാം, ഇത് വന്നിട്ടില്ല എന്ന്. അപ്പൊ അവര് മുതിർന്നവരെല്ലാവരും കൈ കഴുകിയിട്ട് ഈ ബാക്കിയുള്ളവരെ ഈ പറയുമ്പോൾ വനിതാക്കാരെ 3 പേരെയും പറഞ്ഞ് കൺവെൻസ് ചെയ്യിപ്പിച്ച് നിങ്ങൾ സസ്പെൻഡ് ചെയ്യണം, അടുത്ത ആഴ്ച നിങ്ങൾക്ക് എടുക്കണം, ബാക്കി ശമ്പളം കൂടെ കൊടുക്കണം. സസ്പെൻഡ് ചെയ്ത് മാത്രമേ ആൾക്കാർ കാണുന്നുള്ളൂ, അടുത്ത ജോലി കയറുന്ന ആരും കാണുന്നില്ല. അത് ഈ മാത്രമല്ല, ഇപ്പൊ ശരിക്കും രണ്ടാഴ്ചയല്ല, 18 ദിവസം ഇപ്പം കഴിഞ്ഞു. ഈ പറഞ്ഞ ദിവസം കഴിഞ്ഞിട്ട് ഈ 18 ദിവസം കൊണ്ട് കുറെ കൂടി തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയില്ല. അതിന് വേണ്ടിയിട്ടാണല്ലോ പെട്ടെന്ന് CBI അന്വേഷണം വെച്ചിട്ട് അവർക്ക് നമ്മളെല്ലാവരും അടപ്പിച്ച് കെട്ടിയത്. അത് എല്ലാവരും മര്യാദയ്ക്ക് ഇരിക്കുമ്പോൾ ഈ സമയത്തുള്ള ഈ ദിവസം തന്നെ മതിയാവും, ധാരാളം മതിയാവും ഇവർക്ക് തെളിവ് നശിപ്പിക്കാനായിട്ട്. അതാണ് അവിടെ വളരെ ഏറ്റവും വലിയ അത്യാവശ്യം. ആ തെളിവ് ഒരു ദിവസം കൊണ്ട് മാക്സിമം പറയുമ്പോൾ ഫോറൻസിക് തെളിവോ മറ്റേ സയന്റിഫിക് തെളിവോ അങ്ങനെ, അല്ലെങ്കിൽ ഡിജിറ്റൽ തെളിവ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ തെളിവ്. അതായത് ഏതെങ്കിലും കുട്ടികളുടെ കയ്യിലൊക്കെ ഈ സാധനം ഉണ്ടാ, ഈ മൊബൈലുണ്ട്. 200ഓളം കുട്ടികളുണ്ട്. 200ഓളം കുട്ടികളുടെ കയ്യിൽ നിന്നൊക്കെ ഈ മൊബൈലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അവർ ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ മൊബൈലിനെ നശിപ്പിച്ച് കളയുക. ഇതിനൊക്കെ സമയം വേണം. അല്ല, അങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ടോ? കുട്ടികളുടെ കയ്യിൽ നിന്നും മൊബൈലിൽ നിന്ന് ഇതെല്ലാം നീക്കം ചെയ്യാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നതായിട്ട് അറിവ് കിട്ടിയിട്ടുണ്ടോ? അറിവ് കിട്ടിയിട്ടില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിവ് കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടും. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് കണ്ടുപിടിച്ചിട്ടുള്ളത്, പോലീസും കണ്ടുപിടിച്ചിട്ടുള്ളത്. അതുപോലെ അവിടുത്തെ പഴയ ഡീന് ഈ തെളിവ് നശിപ്പിക്കുന്നു, പഴയ ഡീന സസ്പെൻഷനിലായിട്ടുള്ളത്.
ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും കൺവിൻസ് ചെയ്യിപ്പിക്കുന്നു. അത് തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലത്തെ ഈ സമയത്ത് ഈ ഒരു ഗ്യാപ്പിന് അതല്ല കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കുറ്റവാളികളെ മൊബൈലിൽ മാത്രമല്ല കുട്ടികളുണ്ട്. ഇവരുടെ എല്ലാവരും തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അവർക്ക് ടൈം വേണം. ചിലപ്പം വീട്ടിൽ പോയി കണ്ടുപിടിക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഹോസ്റ്റലിൽ തന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടി വരും. ഇതിനെല്ലാം കൂടെ എടുത്ത ഒരു ടൈമാണ് ഈ 10-17. അല്ലെങ്കിൽ തന്നെ പ്രശ്നം ഉടനെ ഉണ്ടാവും. എന്താ ഈ ഇതിനെ അവർ അനുഭവിച്ചാല് അവർ അറസ്റ്റ് ചെയ്യില്ലെങ്കിൽ, അല്ലെങ്കിൽ CBIക്ക് ഇങ്ങനെ പേപ്പർ കൊടുത്തു എന്നും പറഞ്ഞിട്ട് എന്നെ ആദ്യം 10 ദിവസം ഭാവം മൂടി കെട്ടി. അത് കണക്ക് ഇന്നലെ അവർ അടുത്ത ഒരു ഡ്രാമ ഉണ്ടാക്കി, 3 നേരം സസ്പെൻഡ് ചെയ്തു, പേപ്പർ കൊടുത്തു വിട്ടു, സ്പെഷ്യൽ DYSPക്ക് കൈവശം കൊടുത്തു വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് മൂടി കെട്ടി വെക്കുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, മൂടി കെട്ടി വെച്ചിരിക്കുന്നത്. അതുപോലെ അടങ്ങിയിരിക്കില്ല. ഇത്ര സ്പീഡിൽ ചെയ്യാവുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും സമയം കളഞ്ഞത്. അതാ പറയുന്നത്, 17 ദിവസം കൊണ്ട് ഇവർ അടക്കി വെച്ചിട്ട് ഒന്നും ചെയ്യാതിരുന്ന സാധനം 2 മണിക്കൂർ കൊണ്ട് ശരിയായി. അതാണ് 2 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ഇപ്പൊ അവര് ട്രാൻസ്ലേഷനും കഴിഞ്ഞു. അവര് എവിടെയാണ് ഇത് മൂടിക്കിടക്കുന്നത് അതും എടുത്തു. 2 മണിക്കൂർ കൊണ്ട് സ്പെഷ്യൽ DYSP അവർ കണ്ടുപിടിച്ചു. അത് ഡൽഹിയിലോട്ട് അയച്ചു. 17 ദിവസം വരെ ഇവര് പൂഴ്ത്തി വെച്ച സാധനം. എന്നിട്ട് 3 വരെ ഇത് ജനങ്ങളൊന്ന് അറിയിട്ട് ആഭ്യന്തര മന്ത്രാലയം ഭയങ്കര ആക്ഷനാണ് എടുത്ത് എന്നറിയാൻ വേണ്ടിയിട്ട് 3 വരെ സസ്പെൻഡ് ചെയ്തു. ഇതൊന്നും ഡ്രാമയൊന്നും അറിയാതിരിക്കാനായിട്ട് നമ്മള് എല്ലാരും പൊട്ടന്മാരല്ലല്ലോ. സാധാരണക്കാരിങ്ങനെ വിശ്വസിക്കുമായിരിക്കും. എനിക്കിപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് എനിക്കത് ഒട്ടും വിശ്വാസമില്ല. സസ്പെൻഡ് ചെയ്ത് കാണും ദിവസം. അതാ ഞാൻ ചോദിച്ചത്, അങ്ങനെ എന്തെങ്കിലും അവിടെ നീക്കം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന്. അതിനെ കുറിച്ചിട്ടുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ്. പക്ഷെ അത് ആധികാരികമായിട്ട് അത് കൺഫേം ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ഞാൻ ഒരിക്കലും ഒരു കാര്യം വെറുതെ ആരോപിക്കില്ല. അത് കൺഫേം ആയിട്ട് മാത്രമേ ഞാൻ പറയുള്ളൂ. അതുകൊണ്ടാണ് എനിക്ക് കൺഫർമേഷൻ ആയിട്ട് വന്നിട്ടില്ല. പക്ഷെ നമുക്ക് നല്ല രീതിയിലുള്ള സൂചന കിട്ടിയിട്ടുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് കിട്ടുകയാണെങ്കിൽ അത് കണ്ടപ്പോൾ ഷുവറായ സമയത്ത് ഞാൻ അത് പുറത്തുവിടും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, SFI ആണോ അത് ചെയ്യുന്നത്, അതോ ഡീനിൻ്റെ നേതൃത്വത്തിലാണോ, യൂണിവേഴ്സിറ്റി അധികൃതർ എന്നുള്ള രീതിയിലാണോ, ആരാ അതിൻ്റെ പുറകിൽ ചെയ്യുന്നതെന്നൊരു സൂചന കിട്ടിയിട്ടുണ്ടോ? ആദ്യം ചെയ്തുകൊണ്ടിരുന്ന SFI ആണ് ഈ ഡീനിന്റെ നേതൃത്വത്തിൽ. ആദ്യത്തെ ഡീന് സസ്പെൻഷൻ ആവുന്നതിന് മുമ്പ്. ഇപ്പോഴത്തെ ഡീനിന്റെ അറിയില്ല. ഇപ്പോഴത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ സസ്പെൻഷനായ VCയും SFI ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് അതൊക്കെ മാക്സിമം തെളിവ് നശിപ്പിക്കുക. ഇപ്പോഴത്തെ VC അതുകൊണ്ടാണ് രാജിവെച്ച് പോകേണ്ടി വന്നത്. പിന്നെ SFIക്കാണല്ലോ ഇത് ചെയ്യേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യം. ആ ഭീകര സംഘടനയാണല്ലോ ഇത് ചെയ്തത്. അല്ല വേറെ ആർക്കും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഇങ്ങനെ രക്ഷപ്പെടുത്തേണ്ടത്. കാരണം അതുകൊണ്ട് SFIയും ഇപ്പൊ നടന്ന പുതിയ VCയുടെ നീക്കത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് VC എത്രയും പെട്ടെന്ന് ഇത് കേസ് വേറെ തലത്തിലോട്ട് കൊണ്ടുപോകണം, അത് സീരിയസ്നെസ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ആ 33 വരെ പെട്ടെന്ന് തിരിച്ചെടുത്ത് അതുകൊണ്ടാണ്. അതിനുള്ള ഒരു നീക്കമാണ് VCയുടെ കയ്യിൽ അവിടെ നടന്നത്. VC എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള പൊളിറ്റിക്കൽ. ഞാൻ ഈ നടന്നതിന്റെ അന്ന് രാവിലെ തന്നെ പറഞ്ഞു VCക്ക് നല്ലൊരു ഓഫറുണ്ട്. VCയുടെ ജോലി പോയി കഴിഞ്ഞാലും ഇന്ന് ഞാൻ സംരക്ഷിച്ചോളാം, സർക്കാരിൽ നിന്ന് നല്ലൊരു ഓഫറുണ്ട്. ഞാൻ അന്ന് രാവിലെ തന്നെ പറഞ്ഞു. ഈ 33 പേരെ തിരിച്ചെടുത്ത് രാവിലെ പത്രത്തിൽ വന്നപ്പോ തന്നെ ഇത് VCക്ക് നല്ലൊരു ഓഫറുണ്ട്. വ്യക്തിപരമായിട്ടുള്ള ഓഫറുണ്ട്. ഒന്നുകിൽ ഫിനാൻഷ്യൽ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലായിരിക്കും. അത് ഇല്ലെങ്കിൽ VC തയ്യാറാവില്ല. സർക്കാരിന് നല്ലൊരു ഓഫറുണ്ട്. ഇപ്പൊ നിന്റെ ജോലി പോയി, ഞാൻ ഇതേ കണക്കാണ് പറഞ്ഞത്. VCയോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ജോലി പോയി കഴിഞ്ഞാലും നിന്നെ ഞാൻ സംരക്ഷിച്ചോളാം എന്നൊരു സർക്കാർ വ്യക്തമായിട്ട് സർക്കാർ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ VC ഇത് ചെയ്യില്ല. ഞാൻ അവരോട് പറഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ അന്ന് ഉച്ചയ്ക്ക് ശേഷം സംഭവിക്കുകയും ചെയ്തു. VC രാജിവെച്ചു. അങ്ങനെ VC പെട്ടെന്ന് രാജിവെച്ച് പോകുന്നുവെങ്കിൽ അങ്ങനത്തെ ഒരാൾ പെട്ടെന്ന് രാജിവെച്ചൊന്നും നമ്മൾ പോവില്ല. അതുകൊണ്ട് ബാക്കിൽ നല്ല ഒരു സപ്പോർട്ടുണ്ട്. താങ്കൾക്കറിയാം, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നോക്കിക്കോളൂ. ഈ VC ഏതെങ്കിലും ഒരു ബോർഡിന്റെ ഇപ്പോഴുള്ള ഭരിക്കുന്നതിന് ഏതെങ്കിലും ഒരു ബോർഡിന്റെ ചെയർമാനോ കോർപ്പറേഷന്റെയോ ബോർഡിന്റെയോ ഏതെങ്കിലും തലപ്പത്തിരിക്കുന്ന ആളാ. നിങ്ങൾ നോക്കിക്കോളൂ, അത് തന്നെ സംഭവിക്കും. അപ്പം VC രാജിവെച്ചത് സ്വമേധയാ രാജിവെച്ചതല്ല, സർക്കാരിന്റെ സമ്മർദ്ദം കൊണ്ട് രാജിവെച്ചതാണെന്നാണോ? അപ്പം സർക്കാരിന്റെ സമ്മർദ്ദമല്ല ഞാൻ പറഞ്ഞത്. സർക്കാർ കൊടുത്ത ഓഫർ പ്രലോഭനമാണ്. 33 പേരെ ഇത്രയും പേരെ സസ്പെൻഷൻ പിൻവലിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 പേരെ തിരികെ കയറണം. 2 സീനിയേഴ്സില്ല. ഈ 33 വരുന്നത് ജൂനിയേഴ്സ് ഫസ്റ്റ് ഇയറാ. ഇത് 2 പേരെ മാത്രമായിട്ട് സസ്പെൻഷൻ പിൻവലിക്കാൻ പറ്റില്ല. അവര് സീനിയേഴ്സ്. ആ യൂണിവേഴ്സിറ്റിയിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മക്കളാണ്, വേണ്ടപ്പെട്ട മക്കളാണ് 2 പേര് യൂണിവേഴ്സിറ്റിയിലുള്ള. ആ 2 സീനിയേഴ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ 30 പേരെയും കൂടെ ചേർത്തിട്ട് 2 പേരെ കൂടെ തിരികെ കയറ്റിയത്. ഈ സീനിയേഴ്സിനാ.
ആ സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ വേണ്ടപ്പെട്ട ആളുകൊണ്ട് ഉദ്യോഗസ്ഥന്റെ മക്കളും ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചറിയാം. അങ്ങനെ രക്ഷപ്പെടുത്തിയാല് അപ്പൊ എന്തെന്ന് ആ രക്ഷപ്പെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ ഈ സസ്പെൻഷൻ പിൻവലിച്ചാൽ താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ജോലിക്ക് എന്തെങ്കിലും കുഴപ്പം ഉണ്ടായെങ്കിൽ നമ്മൾ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ളൊരു കൃത്യമായിട്ട് ഉറപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ അന്നത്തെ ന്യൂസ് കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. 8-9 മണിയാവുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇപ്പൊ ഇതിനകത്ത് 2-3 അധികാര കേന്ദ്രങ്ങൾ ഉണ്ട്. 1 സർക്കാരുണ്ട്, 2 പാർട്ടിയുണ്ട്, 3 SFI ഉണ്ട്. ഇതിൽ ആരാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഓഫർ കൊടുക്കുക എന്നൊക്കെ പറയുമ്പം അത് ഉന്നത തലത്തിലുള്ള ഓഫർ ആയിരിക്കുമല്ലോ. അത് കൊടുക്കുന്നത് ആരാണ് ചെയ്തത്? പാർട്ടിയുടെ ഏറ്റവും വലിയ അതേ കോളേജിലെ ഏറ്റവും വലിയ മുതിർന്ന വിദ്യാർത്ഥി സംഘടന, വിദ്യാർത്ഥിയുടെ ഭാരവാഹികൾ അവരാ ചെയ്തത്. ഒറ്റ യൂണിറ്റേ ഉള്ളൂ, SFI മാത്രം. SFIയുടെ നേതാക്കന്മാരല്ലേ ചെയ്തേക്കുന്നത്. ആ കോളേജ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റ്, സെക്രട്ടറി, ചെയർമാൻ, അങ്ങനെയുള്ള ആ ഒരു പാനല് ആരാണ് അധികാരത്തിൽ ഇരിക്കേണ്ടത് ഒരു യൂണിയനില്, ആ യൂണിയൻകാരാണ് ഇത് ചെയ്തേക്കുന്നത്. ഇപ്പോഴകത്ത് ജയിലിൽ കിടക്കുന്നവരാ. അവരെ രക്ഷപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല പാർട്ടിക്കാണുള്ളത്. അവർ മാത്രം സംഘടനയാണ്, അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവരാണ് രക്ഷപ്പെടുത്തി കൊണ്ടുപോകേണ്ടത്. അവർക്കാണ് ചുമതല. ഓഫർ കൊടുക്കുമ്പോഴും ഓഫർ കൊടുത്തവരാണ് ഈ ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് ഓഫർ കൊടുത്തിട്ടുള്ളത്. ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ രണ്ടാമത് പറയുന്ന കാര്യമില്ലല്ലോ. രാജിവെച്ചതിന് ശേഷം ഞാൻ ഒരു വിടുവായത്വം പറയണില്ല. അന്ന് രാവിലെ തന്നെ പറഞ്ഞാണ് VVSക്ക് നല്ലൊരു ഓഫർ ഉണ്ടെന്ന്. ആ ഓഫർ എന്തുകൊണ്ട് കിട്ടിയത്? സർക്കാർ കൊടുത്ത ഓഫർ തന്നെയാണ്. ജോലി പോയാൽ സംരക്ഷിച്ചു കൊള്ളാം, ഞാൻ ഇതേ വാക്കാണ് പറഞ്ഞത്. ജോലി പോയാൽ സംരക്ഷിച്ചു കൊള്ളാം എന്ന VCക്ക് ഉറപ്പായിട്ടും ഒരു കിട്ടിയിട്ടുണ്ട്, വാഗ്ദാനം കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് ചെയ്യില്ല. അത് തന്നെ സംഭവിച്ചു. അതുകൊണ്ട് ഇപ്പൊ VC മാത്രം പുറത്തു പോയാൽ പറ്റൂലല്ലോ. അതിൽ കൂടെ ഒന്നുകൂടെ താങ്കൾ ആലോചിക്കും. VCക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന ആരാണ്? ഡീനല്ല കൊടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാല് ഏതൊരു കാര്യത്തിനും റിപ്പോർട്ട് കൊടുക്കേണ്ടത് VCക്ക് ഡയറക്റ്റ് വന്നിട്ട് കോളേജിന്റെ ക്ലാസ്സിൽ നിന്ന് VC എടുക്കേണ്ട കാര്യമില്ല. VCക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന ഡീനാ. ഇത് എന്ത് കാര്യത്തിലാണെങ്കിലും, ഈവൻ സസ്പെൻഷനിലോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ള പ്രശ്നമോ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നെങ്കിലും ആദ്യം കൊടുക്കേണ്ട പ്രിൻസിപ്പാളാണ്, അതായത് ഡീൻ. അപ്പൊ 33 പേരെ സസ്പെൻഷൻ പിൻവലിക്കണം എന്ന് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ഡീനിന്റെ ഭാഗത്തുനിന്നല്ലേ ആദ്യം കൊടുക്കേണ്ടത്. അപ്പൊ ഇപ്പൊ പുതിയ ഡീൻ അപ്പൊ ഇതിന് ഉത്തരവാദിയല്ലേ. അപ്പൊ ഇത്രയും വലിയ അഴിമതി കാണിച്ചിട്ട് VC സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ സർക്കാരിനല്ല, അത് ചാൻസലർക്കാ, ഗവർണർക്കാ. അതുകൊണ്ട് ഗവർണർ അതിന് ആക്ഷൻ ഉടനെ എടുത്തു. ഇപ്പൊ രാജിവെച്ചാലും സസ്പെൻഡ് ആയാലും ഉടനെ ഗവർണർ ഒരു ആക്ഷൻ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് രാജിവെച്ച് പോകേണ്ടി വന്നത്. അത് ഗവർണറുടെ ജോലി, അത് ചാൻസലറുടെ ജോലി ചാൻസലർ വിത്തിൻ മണിക്കൂറിൽ ചെയ്തു. അതേപോലെ ഈ ഡീൻ കുറ്റക്കാരന് ആണ്. ഇപ്പോൾ ഉള്ള ഡീന് 100% കുറ്റമാണ്, അഴിമതിക്ക് കൂട്ടുന്നത്. അപ്പൊ അതിന് ആക്ഷൻ എടുക്കേണ്ട ആരാ? ഗവൺമെന്റാ, അതായത് വകുപ്പ് മന്ത്രി. എന്തുകൊണ്ടാണ് ഇതുവരെയ്ക്കും വകുപ്പ് മന്ത്രി വാതുറക്കാതിരിക്കുന്നത്? ഈ ഡീൻ ഇത്രയും വലിയ കുറ്റം ചെയ്തിട്ട്. അപ്പൊ അതുകൂടെ ചോദിക്കണമല്ലോ. ഡീൻ VC ഡയറക്റ്റ് VCക്ക് ഇഷ്ടമുള്ളവരെ പുറത്തെയല്ല റെക്കമെൻഡ് ചെയ്തത് ഡീനാ. ഈ ഡീനിന് എന്തുകൊണ്ട് വെറുതെ വിടുന്നു? ഡീന് ഉറപ്പായിട്ട് പോയേ പറ്റുള്ളൂ, പുറത്ത് പോയേ പറ്റുള്ളൂ ഇപ്പോഴത്തെ പുതിയ ഡീന്.